എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ബൂന്തി ലഡു, മോത്തിച്ചൂർ ലഡു എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ജ്യൂസി ആയിട്ടുള്ള ലഡു, നല്ല എളുപ്പം തന്നെയാണ് ഉണ്ടാക്കാനായിട്ട്. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോട് കൂടി തന്നെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യൂ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ കാണാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടിട്ട് വരാം. മോത്തിച്ചൂർ ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കപ്പ് കടലമാവ്, ഇങ്ങനെ ഒരു കപ്പ് കടലമാവിൽ ഏതാണ്ട് ഒരു 10 ലഡു ഒക്കെ ഉണ്ടാവും കേട്ടോ. 10-12 ലഡു. ഒരു നുള്ളു ഉപ്പ്, നന്നായിട്ടൊന്നിങ്ങനെ മിക്സ് ആക്കുക. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ നല്ല തണുത്ത പാല്, ഇനി കുറേശ്ശെ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ആക്കി എടുക്കാം. ഒരുപാട് വെള്ളം ഒരുമിച്ച് ഒഴിക്കേണ്ട, കുറച്ച് വെള്ളം ഒഴിക്കുക, എന്നിട്ട് മിക്സ് ആക്കുക. അതിന് ശേഷം പിന്നെ വെള്ളം ഒഴിക്കാം. അപ്പോൾ കട്ടയൊന്നും ഇല്ലാണ്ട് നമ്മൾ നല്ല മിക്സ് ആക്കി എടുക്കണം. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ആക്കാം. മോത്തിച്ചൂർ ലഡു എന്ന് പറയുമ്പോൾ അതിൻ്റെ ബൂന്തി വളരെ ചെറുതായിരിക്കും. അപ്പോൾ ഒപ്പം തന്നെ നല്ല ഓറഞ്ച് കളറായിരിക്കും. അപ്പോൾ നമുക്കതിന് ഇനി വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരു കളറ് ചേർത്ത് കൊടുക്കാം. ഓറഞ്ച് കളറ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് മിക്സ് ആക്കി നോക്കുക. കളറ് കൂടുതൽ വേണമെങ്കിലൊക്കെ നമുക്ക് കൂടുതലൊക്കെ ചേർക്കാം. കണ്ടപ്പോൾ നല്ല കളറായിട്ട്. അതുപോലെ തന്നെ അതിൻ്റെ ബാറ്റർ വന്നിട്ട് കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാവേണ്ടത് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല ചെറിയ ബൂന്തികളായിരിക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ കുറച്ച് ലൂസായിട്ടാണ് ഇതിൻ്റെ ബാറ്റർ ഉണ്ടാക്കേണ്ടത്. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ട് ഇനി നമ്മളിത് ഉണ്ടാക്കുന്നത് അതേപോലത്തെ ലഡു ഉണ്ടാക്കണ ബൂന്തി ഉണ്ടാക്കണതാണ് കേട്ടോ. അരിപ്പ ഇത് ചെറിയ ഓട്ടകളാണ് ഇതിലാണ് ഉണ്ടാക്കുന്നത്. ഒരു പ്ലേറ്റിൽ നമ്മളൊരു ടിഷ്യൂ പേപ്പർ വെക്കുക. നമ്മൾ ഈ ബൂന്തി ഉണ്ടാക്കിയ ഉടനെ തന്നെ നമ്മൾ ഈ ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായോ നമുക്കൊന്ന് ഇട്ട് നോക്കാം. കണ്ട ഇട്ട ഉടനെ തന്നെ മേലെ പൊന്തി വരണം. അപ്പോൾ എണ്ണ ചൂടായി നടക്കും. നമ്മൾ മിക്സ് ചെയ്തേക്കണ മാവ് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരിപ്പയിൽ ഒഴിക്കുമ്പോൾ ഇങ്ങനെ പരത്തി എല്ലാ ഭാഗത്തേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. കൊടുത്തതിന് ശേഷം അങ്ങനെ നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കാം. കുറേശ്ശെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നല്ലത്. അപ്പോൾ പിന്നെ കട്ട പിടിക്കില്ല. നമ്മളിങ്ങനെ കുറേശ്ശെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കണമെന്നില്ല. വേഗം തന്നെ അങ്ങനെ മൊരിഞ്ഞ് കിട്ടും കേട്ടോ. അത് അധികം നേരമൊന്നും വേണ്ട മൊരിയാനായിട്ട്. ഇങ്ങനെ ഇട്ട ഉടനെ തന്നെ ഇങ്ങനെ മേലേക്ക് പൊന്തി വരണം. അത്രയ്ക്കും ചൂടാവണം എണ്ണ. തീ അതുപോലെ തന്നെ ഒരുപാട് ഫുള്ളിലിട്ട് ചെയ്യേണ്ട. അത് ഫുള്ളിലിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ കരിഞ്ഞു പോവും. ഇനി നമുക്കിത് എടുക്കാം. ഇതായിട്ട് അത് വെന്തു. വേണ്ട നല്ല ചെറിയ ബൂന്തികൾ. ഇത് നമുക്ക് ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്ത പ്രാവശ്യം നമ്മൾ ബൂന്തി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ നന്നായിട്ട് തുടച്ച് കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ വീണ്ടും ഒഴിക്കണമെങ്കിൽ. നമുക്ക് അടുത്ത ട്രിപ്പും കൂടെ ഒഴിക്കാം. ഓരോ ട്രിപ്പ് ഒഴിക്കുമ്പോൾ അതുപോലെ തന്നെ മാവ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ഒഴിക്കണമെങ്കിൽ. ഇതുപോലെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മൾ ബൂന്തി എല്ലാം ഉണ്ടാക്കിയെടുത്തു. ഇനി ഇതിനുള്ള ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3/4 കപ്പ് പഞ്ചസാര, 1 കപ്പ് കടലമാവാണ് എടുത്തത്. അതിനൊരു 3/4 കപ്പ് പഞ്ചസാര, 1 കപ്പ് വെള്ളം. ഇപ്പം നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞു. ഇനി ഇതൊരു 5 മിനിറ്റ് നേരം നമുക്ക് സിമ്മിലിടാം. ഇപ്പോൾ ഇത് 5 മിനിറ്റ് നേരം ഇങ്ങനെ തിളച്ചപ്പോൾ കണ്ടോ ഒന്ന് തിക്കായിട്ടുണ്ട്. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഏലക്ക പൊടിച്ചത് ഒരു മണത്തിന് വേണ്ടിയിട്ടാണ്. നന്നായിട്ട് മിക്സ് ആക്കുക.
നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബൂന്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തീ സിമ്മിലിട്ടാൽ മതി. അതല്ലെങ്കിൽ നിങ്ങൾ തീ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. തീ നല്ല സിമ്മിൽ തന്നെ ഇടണം കേട്ടോ, കൂട്ടിയിടരുത്, ഞാൻ അടി പിടിക്കും. ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് ബദാം ഞാനിങ്ങനെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്താണ്, അത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കുക. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് മൂടി വയ്ക്കാം. ഒരു അരമണിക്കൂറിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കിയാൽ മതി. ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്യാം, എന്നിട്ട് മൂടി വയ്ക്കാം. ഇനി അരമണിക്കൂറിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഈ ബൂന്തിയുടെ ഉള്ളിലൊക്കെ നല്ല പഞ്ചസാര പാനിയൊക്കെ പിടിച്ചിട്ട് കറക്റ്റായിട്ടുണ്ടാവും. അതിന് ശേഷം നമുക്ക് ലഡു ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ ഒരു അരമണിക്കൂറായിട്ടാണ്, നമുക്ക് നോക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി നോക്കാം. ഇപ്പോൾ വേണ്ട പഞ്ചസാര പാനിയൊക്കെ നന്നായിട്ട് നമ്മുടെ ബൂന്തിയുടെ ഉള്ളിലൊക്കെ പിടിച്ചിട്ടുണ്ട്. ചെറിയ ചൂടുള്ളപ്പോൾ, ഒരുപാട് ചൂടൊന്നുമില്ല. നമുക്ക് ശരിക്കും ഇത് കൈ കൊണ്ട് തന്നെ ഉരുട്ടിയെടുക്കാൻ പറ്റും, നല്ല എളുപ്പത്തിൽ ഉരുട്ടിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഉരുട്ടിയെടുക്കാം. ഞാനിതിപ്പോൾ കയ്യിലൊരു ഗ്ലൗസ് ഇട്ടിട്ട് ഉരുട്ടിയെടുക്കുകയാണ്. അതാണ് എളുപ്പം, കൈമേ ആവില്ല. ചൂടും നമുക്ക് കുറച്ച് ചൂടിൽ നമുക്ക് വേണമെങ്കിൽ ഉരുട്ടാൻ പറ്റും. ഇത് ഒരുപാട് ചൂടൊന്നുമില്ല, നല്ല എളുപ്പമായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റും. ഇങ്ങനെ നല്ല ടൈറ്റായിട്ട് ഉരുട്ടുക. ഇതിൽ പഞ്ചസാര പാനിയിലിട്ട് ഇങ്ങനെ കുറച്ച് നേരം വെച്ചാൽ കൊണ്ട് നല്ല സോഫ്റ്റാണ്. നമ്മുടെ മോത്തിച്ചൂർ ലഡു എന്ന് പറയുന്നത് ഇങ്ങനെയാണല്ലോ, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും, നല്ല ജ്യൂസി ആയിരിക്കും. സാധാരണ ലഡു പോലെയല്ല. ഇതാ കണ്ടോ, നല്ല ഭംഗിയായിട്ട് ഉരുട്ടാൻ പറ്റി. നല്ല ചെറിയ ചെറിയ ബൂന്തിയാണ്. അവസാനത്തെ ലഡു ഉരുട്ടി. അപ്പം ഞാനിങ്ങനെ ചെറുതാക്കി ഉരുട്ടിയ കാരണം കൊണ്ട് എനിക്കിതാ 14 ലഡു ഉണ്ട്. ആണ് നമ്മുടെ മോത്തിച്ചൂർ ലഡു. ഇതിന് ബൂന്തി ലഡു എന്നും പറയും. സാധാരണ ലഡു മാതിരിയല്ല, നല്ല സോഫ്റ്റാണ്. നമുക്ക് ഉരുട്ടിയെടുക്കാനും ബുദ്ധിമുട്ടൊന്നുമില്ല. കുറച്ച് തണുത്താലും നമുക്ക് ഈസി ആയിട്ട് ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാം.